ഈശോ പ്രാർത്ഥിച്ച 5 സമയങ്ങളിൽ ഒന്നാമത്തേത് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജനസ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രണ്ടാമത്തേത് ഈശോ ഒത്തിരി തിരക്കുള്ള സമയത്തും പ്രാർത്ഥിച്ചിരുന്നു. ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ളത് അവനെ ഭക്ഷണം കഴിക്കാൻ പോലും സമയം ലഭിച്ചിരുന്നില്ല. പ്രാർത്ഥനയ്ക്കും സുവിശേഷ പ്രഘോഷണത്തിനുമാണ് ഈശോ സമയം കണ്ടെത്തിയത്. മൂന്നാമത്തേത് ഒത്തിരി സന്തോഷമുള്ള സമയത്തും ഈശോ പ്രാർത്ഥിച്ചിരുന്നു. 4 വിഷമമുള്ളപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. ശത്രുക്കൾ ഈശോയെ കുരിശിൽ തറച്ചു കൊല്ലുമെന്ന് അറിഞ്ഞിട്ടും ഗത്സമനിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചിരുന്ന നേരം. 5-ാമത്തേത് ഈശോ എന്തു കാര്യവും പ്രവർത്തിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്നു. ബൈബിളിൽ 5 അപ്പം 5000 പേർക്ക് കൊടുക്കുന്നതിന് മുമ്പും ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പും ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പും ഈശോ പ്രാർത്ഥിച്ചാണ് ചെയ്തിരുന്നത്. ആത്മീയ ജീവിതത്തിൽ ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ബന്ധത്തെ കാണിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. ഇന്നത്തെ സമൂഹത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുവാൻ പ്രാർത്ഥന കൂടിയേ തീരൂ. ഈശോ പ്രാർത്ഥിച്ച പോലെ ഈ സമയങ്ങളിൽ നമുക്കും പ്രാർത്ഥിച്ച് ഈശോയുടെ അനുഗ്രഹത്തിലൂടെയാവട്ടെ മുന്നോട്ടുള്ള യാത്ര.